ഗുഡ് മോർണിംഗ്. എൻ്റെ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങുന്നു. രാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകണം. അനിത എഴുന്നേറ്റ് 4:45. ഏയ് എഴുന്നേറ്റ്. അപ്പോൾ ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് കോവയ്ക്ക മെഴുക്കുവരട്ടിയും പിന്നെ ഒരു തക്കാളിക്കറിയും. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. ഞാൻ ഈ തക്കാളിക്കറി ഉണ്ടാക്കുന്നത് എൻ്റെ ഒരു അണ്ണൻ്റെ മരുമോള്, ആള് ഹരിപ്പാട്ടുകാരിയാണ്. മണ്ണാശാല അമ്പലത്തിൻ്റെ അടുത്താണ് താമസം. രഞ്ജുവിൻ്റെ ടൊമാറ്റോ കറി കൂട്ടിയിട്ടാണ് എനിക്ക് ഇതുണ്ടാക്കാനുള്ള പ്രചോദനം വന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. വെരി ഈസി ടു കുക്ക്. എളുപ്പം ഉണ്ടാവുന്നതും ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഒരു പ്രാവശ്യം എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇതുവരെയും മറക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു അതുണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാനിപ്പം രജുവിനെ വിളിച്ചിട്ട് അതിൻ്റെ റെസിപ്പി ഒന്നും കൂടെ ചോദിച്ച് അങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് എന്നെ കാണിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ അതിന്ന് ഈ വ്ളോഗിൽ കൂടി കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ അരപ്പ് അരച്ചിട്ട് വരാം. തണുപ്പായതുകൊണ്ട് ഇവിടുത്തെ തേങ്ങ ഭയങ്കര പാട്, അരഞ്ഞു കിട്ടാൻ ഭയങ്കര തണുപ്പാണ് കേട്ടോ. പുറത്ത് നാട്ടിൽ നിന്ന് വന്ന ഇപ്പം കൊണ്ടുവന്ന കരിവേപ്പിലയാണ്. ഇപ്പോഴും നല്ല ഫ്രഷായിട്ടിരിക്കുക. 1 മാസം ആവാറായി. ശ്രീധുവിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് അവരുടെ അമ്മ ഒടിച്ചു തന്ന കരിവേപ്പിലയാണ്. ഇത് നമ്മുടെ ടൊമാറ്റോ കറിക്കകത്ത് ഇടുവാണ്. നമ്മുടെ ടൊമാറ്റോ കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പുറത്ത് കോവയ്ക്ക മെഴുക്കുവരട്ടി ആയിക്കൊണ്ടിരിക്കുന്നു. ക്ലീനിങ് ഞാൻ നടത്തിയേക്കാമെന്ന് വിചാരിച്ച് ചോറും ഉണ്ട്. ഇനി അത് ഊറ്റാൻ പോവാണ്. ഇന്നലത്തെ മീൻ വറുത്തതുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ചൂടാക്കി. ഇതൊക്കെ മതി അല്ലേ? ഹായ്, ഞാൻ കഴിച്ചില്ല ഫുഡ്. എങ്ങനെയുണ്ട്? നല്ല കാര്യം. വാങ്ങിയിട്ടില്ല. ചോറ് കഴിക്കാം. ഇതോ അത് വെച്ചേര്. ചോറും കറിയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇത് രഞ്ജു പറഞ്ഞ് ഉണ്ടാക്കിയ തക്കാളിക്കറിയാ. കൊള്ളാവോ നോക്കിക്കേ. രഞ്ജു എങ്ങനെ പറഞ്ഞു? രഞ്ജു പണ്ട് എനിക്ക് ഉണ്ടാക്കി തന്നായിരുന്നു ഒരു പ്രാവശ്യം. എനിക്ക് മതി.
കഴിച്ചിട്ട് അഭിപ്രായം പറ. രഞ്ജു പറഞ്ഞായിരുന്നു കഴിച്ചിട്ട് അഭിപ്രായം പറയണേന്ന്. കൊള്ളത്തിൽ പറഞ്ഞത് കുഴപ്പമില്ല, നല്ല. അപ്പം ചോറുണ്ടിട്ട് വരാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ സിനിമ കാണാനായിട്ട് ഇറങ്ങി. ഏതാ മാർക്കോ. പിന്നെ പെട്ടെന്ന് ചോറൊക്കെ ഉണ്ട്. അങ്ങനെ തന്നെയൊക്കെ പെട്ടെന്ന് ഓടി ഇറങ്ങി. കാര്യം ഒരുപാട് ട്രാഫിക് കാണും. അങ്ങനെ അപ്പം നമുക്ക് പോകാം. ആദ്യമായിട്ട് വന്ന് തോന്നുന്നു ഞാൻ ഈ സമയത്ത് ഇറങ്ങുന്നത്, ഇത്രയും വെട്ടമുള്ള സമയത്ത്. ഞാൻ സാധാരണ ഇറങ്ങുന്നത് ഇച്ചിരൂടെ ലേറ്റായിട്ടാണ് ഇറങ്ങുന്നത്. ഇന്ന് ഇച്ചിരൂടെ നേരത്തെ ഇറങ്ങി. ഇവിടെ സമയം ഇപ്പം 4:45 ഉള്ളൂ. 5:30ക്കാണ് ഷോ. ഇതെല്ലാം അബ്ബാസിയ ഏരിയയിലെ സ്ഥലങ്ങളാണ്. ലെഫ്റ്റ് സൈഡിൽ വരുന്നത് കണ്ട ഒരു ഫ്ലൈറ്റ് ലാൻഡ് ആവുക, ഒരു ലൈറ്റ് കാണുന്നുണ്ട്. അതുകൊണ്ടേ ഫ്ലൈറ്റ് ലാൻഡ് ആവുക. ഞാൻ ഇവിടെ വന്നിട്ട് എത്ര വർഷമാണ്? ഞാൻ 22-24 വർഷമാണ്. അതൊക്കെ 2 വർഷം കൂടി. 2000 എങ്ങനെ വന്നു ഇവിടെ? രാജണ്ണൻ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇവിടെ ആയിരുന്നു, കുവൈറ്റിലായിരുന്നു. അങ്ങനെ രണ്ടുപേരും ഫാമിലി ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അന്നേരം കൊണ്ടുവന്നാണ് ചേട്ടന്. അവരിപ്പം നാട്ടിലുണ്ട്. ആദ്യമായിട്ടല്ലേ? ഞാനിപ്പോൾ എത്ര പ്രാവശ്യം വന്ന്? എനിക്ക് 2019 ലാസ്റ്റ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത്. എനിക്കൊന്നും ഇത് 6ാമത്തെ വിസിറ്റാണ്, 6ാമത്തെ പ്രാവശ്യം. പക്ഷെ ഇതുവരെ എന്നെ തിയേറ്ററിൽ കൊണ്ടുപോയിട്ടില്ല. സിനിമയ്ക്ക് പോയിട്ടില്ല. ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും ഇവിടെ കറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കുവൈറ്റ് ടവറും എല്ലായിടവും പോയിട്ടുണ്ട് ഒരുവിധമൊക്കെ. അതുകൊണ്ട് പിന്നെ പോകാനുള്ള ആഗ്രഹമൊന്നുമില്ല. ഈ പ്രാവശ്യമല്ലേ സമയമില്ലാതായപ്പോയത്. പണ്ടൊക്കെ ഇഷ്ടംപോലെ പോവായിരുന്നു, എല്ലായിടവും പോയി കറങ്ങി എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ പ്രാവശ്യം പിന്നെ ലീവ് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വലിയ കറക്കമൊന്നുമില്ല. പിന്നെ ഇത് പ്രിൻസാണ് ബുക്ക് ചെയ്ത് തന്നതല്ലേ, ടിക്കറ്റ് റിസർവ് ചെയ്ത് തന്നത്. അങ്ങനെ പിന്നെ അങ്ങ് പോവാ. ബ്ലോക്കിൽ പെട്ടു ഗൈസ്, സിഗ്നൽ. ഇനി എത്ര നേരം ഉണ്ട് ചേട്ടാ വഴിയോ? എത്തുമോ സമയത്തിന്? ഇതിൻ്റെ അകത്താണ് തിയേറ്റർ ഉള്ളത്. ചേട്ടാ ഏത് സിനിമ കാണാനാ പോന്ന്? സിനിമയുടെ പേര് പോലും അറിയാതെ. എന്ത് പറ? റിസർവേഷൻ നോക്കിയിട്ട് പറഞ്ഞല്ലേ. അല്ല അവിടെ ചെന്നിട്ടില്ല. ഇതിനകത്ത് കടകളാ, മോളുകളല്ലേ.
ഒരു വല്ലാത്തൊരു ചതി കേട്ടാ. എവിടെ പോന്നു? എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ സിനിമ? അടിപിടി പടം, അടിപിടി. മൊത്തത്തിൽ വയലൻസ്. ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒന്ന് മയങ്ങിപ്പോയി. ഭയങ്കര അടി ഇടി, എൻ്റെ അമ്മോ, ബ്ലഡ് ഷെഡ് എല്ലാം രക്തമയമുള്ള സിനിമയാണ്. അടിച്ച് പിടിച്ച് ഉണ്ണി മുകുന്ദൻ അടിപൊളി ആസ് യൂഷ്വൽ. മസ്റ്റ് വാച്ച് എന്ന് പറയത്തില്ല, കാര്യം എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല ഇത്രയും അടിപിടി. അപ്പം അങ്ങനെ കുവൈറ്റിലെ തിയേറ്ററിനകത്ത് കയറി ഇതെല്ലാം കണ്ട് വന്നു. ഇനിയിപ്പം തിരിച്ച് വീട്ടിലേക്ക്. എത്ര മണിക്കൂറുണ്ടായിരുന്നു? 2.5 മണിക്കൂറത്തെ സിനിമയായിരുന്നു. എന്തായാലും ഭയങ്കര വയലൻസ് നിറഞ്ഞ സിനിമയാണ്. അത്ര ഹാള് ഫുൾ അല്ലായിരുന്നു തോന്നുന്നു തിയേറ്റർ. ക്രിസ്മസിൻ്റെ തലേന്നായിരുന്നു തോന്നുന്നു. അപ്പം നമ്മൾ പിടിച്ചെന്നിട്ടല്ല വേറെ ഇവിടെ ആയിട്ടാ നമ്മൾ പോകുന്നത്. കഴിക്കണ്ടേ? വഴിയില്ലേ? ട്രാഫിക് ബ്ലോക്ക് അഗെയിൻ. അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് വരുന്നത് എന്തുമായിട്ട് ഒരുപാട്. അങ്ങനെ സിനിമ കണ്ടിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. ഇതേ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ടോ? വാ. ചാച്ചീസ് വാ. ഞാൻ പറഞ്ഞല്ലോ ചാച്ചീസ് പോകാന്ന്. ചോദിച്ചു അവിടെ ആരെങ്കിലും ഉണ്ടോന്ന്. ഉണ്ട്, പക്ഷെ ലേറ്റായി 9 മണി. അവിടുന്ന് ഞങ്ങൾ ചാച്ചൂസിലോട്ട് വന്നു. ചേട്ടാ കാലിക്കറ്റ് ഷെഫിൽ പോയിട്ട് എന്താ പറ്റി? കാലിക്കറ്റ് ചെപ്പില്ല, അവിടെ ലേറ്റ് ആണോ? എന്തോ പറ. ലേറ്റായി 9 മണിയാകുമ്പോൾ പിന്നെ അവിടെ പോയിട്ട് ഇറങ്ങിയൊരു 10 മണി വരെയാവും. 10-11 മണി, എന്തായാലും 10 മണിയെങ്കിലും ആവും. അതല്ല, എന്താ കേറിയിട്ടിങ്ങി ഇറങ്ങിയെന്ന് പറയാം. അന്നേരം സമയം നോക്കി, 11 മണി 9 ഇപ്പം തന്നെ 9 കാലമായി. അത് ശരി, അതുകൊണ്ടല്ലേ. പിന്നെ ഓട്ടോ എടുത്ത് കഴിയുമ്പോൾ ലേറ്റ് ആവും. പിന്നെ ഒരു ദിവസം വൈകിട്ട് പോവാം. എന്താ പറഞ്ഞേ? എന്താ ചോദിക്കുക? ഒന്നുമില്ല, ഞാൻ ചോദിച്ചത് വെറുതെ. ഈ ചാച്ചൂസ് റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജിക് ഒരു സ്ഥലമാണ്. കാര്യം ഞങ്ങൾ 2011 വന്നപ്പോൾ മിക്കവാറും ഈ ഹോട്ടലിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. നല്ല ഫുഡായിരുന്നു. അഞ്ജുവിനാണ് എല്ലാത്തിനും മിസ് ചെയ്യുന്നത്. അഞ്ജു എപ്പോഴും പറയും, അവിടുത്തെ അത്, ഈ ഹോട്ടലിലെ അത്, അല്ലെങ്കിൽ അവിടുത്തെ കേക്ക്, അങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അനുവിന് അങ്ങനെ ഇതൊന്നുമില്ല. അനുവിന് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ അനുവും അഞ്ജുവും ഞങ്ങൾ 3 പേരും കൂടെ വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് വരാൻ പറ്റില്ല. അത് അവളുടെ എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ദിവസം വരണമെന്ന് വിചാരിച്ചു, പക്ഷെ വരാൻ പറ്റിയില്ല. അന്ന് സാഹചര്യം ശരിയല്ല. അതുകൊണ്ട് സാലഡ് കൊണ്ടുവന്ന് സ്റ്റാർട്ടറായിട്ട് അതെടുത്ത് കഴിക്കാൻ തുടങ്ങി.
കുറച്ച് മതി കേട്ടോ, പീസ് കുറച്ച് മതി.